നമസ്കാരം. നമ്മുടെയൊക്കെ വീട്ടിൽ രാവിലെ നമ്മളൊക്കെ നേരത്തെ സ്കൂളിൽ പോകുമ്പോൾ 8 മണിക്ക് എഴുന്നേറ്റ് രാവിലെ എഴുന്നേറ്റ് 8 മണിക്ക് 9 മണിക്കൊക്കെ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ തന്നെ 5 മണിക്ക് എഴുന്നേറ്റ് ഹോംവർക്കൊക്കെ ചെയ്ത് 7 മണിക്കും 7:30ക്കും 8 മണിക്കൊക്കെ പോകണം. 7:30ക്ക് തുടങ്ങുന്ന നമ്മുടെ കേന്ദ്രീയ വിദ്യാലയം ഉൾപ്പെടെയുള്ളവ കേരളത്തിലും പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പോകുന്നത് കൊണ്ട് രാവിലെ അമ്മ അതിനൊക്കെ മുമ്പ് എഴുന്നേക്കണം. മോനുള്ള ടിഫിൻ അല്ലെങ്കിൽ മോക്കുള്ള ടിഫിൻ, 2 കുട്ടികളുണ്ട്, അവർക്കുള്ള ടിഫിനും മറ്റുള്ള കാര്യങ്ങളും കൊടുക്കുക. ആകെ കശവിശിയായിരിക്കും വീട്ടിൽ. എല്ലാം കഴിഞ്ഞ് ടിഫിനൊക്കെ കൊടുത്ത് എടുത്തു കഴിയുമ്പോൾ അമ്മയുടെ മോളോ ചോദിക്കും, അമ്മ എൻ്റെ സോക്സ്, ഷൂവ്, യൂണിഫോം എന്ന് വേണ്ട മുഴുവൻ സാധനം. ഈവൻ അമ്മ ആ കുഞ്ഞിൻ്റെ ഐഡൻറ്റിറ്റി കാർഡ് കൂടി എടുത്തു കൊടുക്കേണ്ട അവസ്ഥയിലാണ്. വണ്ടിയെ ഇരുത്തി കഴിയുമ്പോഴായിരിക്കും മറ്റെന്തെങ്കിലും പ്രശ്നം പറയുന്നത്. അങ്ങനെ തലയ്ക്കാകെ പ്രശ്നം പിടിച്ചിരിക്കുന്ന സമയത്ത് വീട്ടിലെ ഇളയ കുട്ടി മൂത്ത കുട്ടിയുടെ വഴക്കിടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. മൂത്ത പെൺകുട്ടിയും ഇളയത് ആൺകുട്ടിയുമായ ഒരു കഥയാണ് ഞാൻ പറയുന്നത്. നടന്ന സംഭവമാണ്. ഇതിൽ ഇളയ കുട്ടി ശകലം വികൃതിയുള്ളവനാണ്. അവൻ 2ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ചേച്ചിയാണ് ആദ്യം സ്കൂളിൽ പോകുന്നത്. അപ്പോൾ ചേച്ചി രാവിലെ എഴുന്നേറ്റ് അവരുടെ കാര്യങ്ങളൊക്കെ നടത്തി ഇങ്ങനെ വന്ന സമയത്ത് ഇവർ കുസൃതി മൂത്തിട്ട് അവളോട് വഴക്കിടാൻ തുടങ്ങി. വഴക്ക് മൂത്ത് കഴിഞ്ഞാൽ അമ്മമാരെന്താ പറയും, ഇറങ്ങിപ്പോടാ നിൻ്റെ പണിക്കെന്നൊക്കെ പറയും. എന്തായാലും ഈ കുസൃതി കുടിക്കയോട് 7 വയസ്സുകാരനോട് അമ്മ വഴക്ക് ശരിക്കാൻ പറഞ്ഞു പറഞ്ഞാൽ ചില അമ്മമാർ പറഞ്ഞ വഴക്ക് കേട്ട് അങ്ങേയറ്റം കൊണ്ട് വെക്കും. ചില അമ്മമാർ സ്നേഹപൂർവ്വം പറയും. സ്നേഹപൂർവ്വം പറഞ്ഞാൽ വലിയ കുഴപ്പമില്ല പോവും. ഇത് മൂപ്പിച്ച് കയറി അങ്ങേയറ്റം വെച്ച് പറഞ്ഞു കൊടുത്തു. അവൻ ഇറങ്ങിപ്പോയി വീട്ടിൽ നിന്ന്. അപ്പോൾ അമ്മ വിചാരിച്ച് തൊട്ടടുത്ത് വീട്ടിൽ അവൻ കാണും, അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, കുറച്ച് സ്കൂളിൽ പോകാൻ നേരത്ത് വരും എന്നൊക്കെ വിചാരിച്ച് അമ്മ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. പക്ഷെ അവൻ വന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ CWCക്കാർ വണ്ടിയും കൊണ്ട് ഇവിടെ വന്നു, അവനെ കൊണ്ടുവന്നു. കുറേ സമയം കഴിഞ്ഞു. അപ്പോൾ ഇതിനകത്ത് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഇന്ന് മഞ്ചേരിയിൽ ഇരുമ്പുളിൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സംഭവിച്ചത്. ചേച്ചി സ്കൂളിൽ പോകുന്ന സമയത്ത് ഒരുങ്ങുന്ന സമയത്ത് ചേച്ചിയുടെ വഴക്കിട്ട അനിയനോട് 7 വയസ്സുള്ളവനോട് 2ാം ക്ലാസ്സുകാരനോട് അമ്മ വഴക്ക് പറഞ്ഞു. അവൻ നേരെ ഇറങ്ങി റോഡിൽ കൂടെ ഒരു 4-5 കിലോമീറ്റർ നടന്നങ്ങ് പോയിട്ട് മുണ്ടുപറമ്പിൽ നിന്ന് തൊട്ടടുത്തൊരു ഫയർ സ്റ്റേഷനുണ്ട്. ആ ഫയർ സ്റ്റേഷനിൽ ചെന്നു. ഫയർ സ്റ്റേഷനിൽ എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ മഹാപ്രശ്നക്കാരിയാണ്, അവർക്കെതിരെ കേസെടുക്കണം, നടപടിയെടുക്കണം, അറസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ എപ്പോഴോ പോയ സമയത്ത് ഇവിടെ ഒരു കാക്കി വേഷധാരികളായ അവർ കുറേ ആൾക്കാർ നിൽക്കുന്നത് അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അപ്പോൾ അവൻ വിചാരിച്ച് ഇത് തന്നെയാണ് പോലീസുകാർ, കാക്കിയിട്ടവരെല്ലാം പോലീസാണെന്ന് ആ കുഞ്ഞിൻ്റെ വിചാരം. എന്തായാലും കറക്റ്റായിട്ട് അവിടെ ചെന്ന് വിവരം കൊടുത്തു. അവർ CWCക്കാരെ വിളിച്ചു. തിരിച്ച് അവർ വന്ന് കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവരികയും അമ്മയെ താക്കീത് ചെയ്തിട്ടുണ്ടാവാം. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവം, അതിബുദ്ധിമാനായ മിടുക്കനായ തൻ്റെ അവകാശങ്ങളെപ്പറ്റി ബോധവാനായ ഒരു കുഞ്ഞാണ് ഈ 7 വയസ്സുകാരൻ. നമുക്കറിയാം, നമ്മൾ സ്കൂളിലെ അധ്യാപകരുടെ കയ്യിലേക്ക് കൊടുക്കുന്ന 3 വയസ്സിൽ കൊടുക്കുന്ന കുഞ്ഞിൻ്റെ തലച്ചോറിൽ വളരെ ക്ലീനായിട്ടാണ് കൊടുക്കുന്നത്. അവിടെ നിന്നും പരിസരങ്ങളിൽ നിന്നും അവന് ലഭിക്കുന്ന വിദ്യാഭ്യാസവും മറ്ററിവുകളുമാണ് കണ്ടുപഠിക്കുന്നതുമാണ് അവൻ്റെ ജീവിതത്തിന് മുതൽക്കൂട്ടാകേണ്ടതും ജീവിതത്തെ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റിയെടുക്കുന്നത്. ഇവൻ്റെ ഇത്തരം വിദ്യാസമ്പന്നരായ കുട്ടികൾ മുമ്പോട്ട് വരുമ്പോൾ ഇത്തരം നല്ല കൂർമ്മ ബുദ്ധിയുള്ള കുഞ്ഞുങ്ങളുടെ ഇടയിലേക്കാണ് ഇവിടുത്തെ ഒരു യുവജന പ്രസ്ഥാനം മുൻകൈ എടുത്തുകൊണ്ട് ലഹരി ഏറ്റവും കൂടുതൽ വ്യാപനം നടത്തുന്നതെന്നാണ് പറയേണ്ടിയിരിക്കുന്നത്. ഒരൊറ്റ യുവജന പ്രസ്ഥാനമാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതെന്ന് കഴിഞ്ഞകാല അനുഭവങ്ങളിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അവരെന്ത് ചെയ്യുന്നു? ഈ കുഞ്ഞിനെ വഴിതെറ്റിക്കാനുള്ള വഴിയിലേക്ക് പോകുന്നു. അവനിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അടിച്ചേൽപ്പിച്ച് അവനെ വഴിതെറ്റിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു. ഞാൻ ആ കുഞ്ഞ് ചെയ്ത നല്ല കാര്യമാണെന്ന് തന്നെ പറയുന്നു. അമ്മ വഴക്ക് പറഞ്ഞപ്പം തനിക്കൊരു ആശ്രയമായി പോലീസ് ഉണ്ടാകുമെന്നോ മനസ്സിലാക്കി. അതവൻ്റെ ജീവിതകാലം മൊത്തം അവൻ്റെ തലച്ചോറിൽ ഉണ്ടാകേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ കുഞ്ഞുങ്ങളോട് ആദ്യം നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്, മോനെ ഇങ്ങനെ പ്രശ്നം ഉണ്ടായാൽ ആ പ്രശ്നത്തിനെ മോൻ എന്ത് ചെയ്യണം, 112-ൽ വിളിച്ചാൽ പോലീസിൻ്റെ അസിസ്റ്റൻസ് കിട്ടും, അല്ലെങ്കിൽ 100-ൽ വിളിച്ചാൽ കിട്ടും, 101-ൽ വിളിച്ചാൽ കിട്ടും. ഇങ്ങനെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ട കാലം കൂടി അതിവിദൂരമല്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇതൊക്കെ നമ്മൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. അങ്ങനെ കുഞ്ഞിനുണ്ടായ ബോധമാണ് അമ്മയ്ക്കേറെ പരാതി കൊടുക്കുവാൻ അവനെ ഫയർ സ്റ്റേഷനിൽ എത്തിച്ചത്. പക്ഷേ അത്തരം കുട്ടികളെ വളർന്നു വരുമ്പോൾ നശിപ്പിക്കുന്നത് ഇവിടുത്തെ കക്ഷി രാഷ്ട്രീയവും ഇവിടുത്തെ മയക്കുമരുന്ന് ലോബിയുമാണെന്ന് പറയാതെ മുമ്പോട്ട് പോകുന്നതിൽ ഒരു അർത്ഥവുമില്ല. ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കുകയാണ് വേണ്ടത്. നല്ല കുഞ്ഞുങ്ങളാക്കിയെടുക്കുവാൻ, നമ്മുടെ കുഞ്ഞുങ്ങളെ നല്ല കുട്ടികളാക്കിയെടുക്കുവാൻ ഇവിടുത്തെ അധ്യാപകരും അതോടൊപ്പം വീട്ടിൽ നല്ല സമാധാനപര അന്തരീക്ഷത്തിൽ സൗഹാർദ്ദപരമായ രീതിയിൽ അവനെ വഴക്ക് പറയാമായിരുന്നു. അമ്മയ്ക്ക്, ചേച്ചിക്ക് സ്കൂളിൽ പോകണമായിരുന്നു. അതുകൊണ്ട് ചേച്ചിയെ സ്കൂളിൽ വിട്ടതിന് ശേഷം പോട്ടെ, അല്ലെ ചേച്ചിക്ക് പരീക്ഷയാണ്, ചേച്ചിക്ക് നീ ടെൻഷൻ ഉണ്ടാക്കരുത്, മോൻ ഇതെല്ലാം കഴിഞ്ഞ് വൈകിട്ട് ചേച്ചി വരുമ്പോൾ ചേച്ചിയെ മോനോട് ഇരുത്തി അമ്മ ഈ പ്രശ്നം പരിഹരിക്കാമെന്ന് അമ്മയ്ക്ക് പറയാമായിരുന്നു. അതിന് പകരം അമ്മ പറയാൻ പോടാ എൻ്റെ പണിക്കെന്ന് പറഞ്ഞു. അത് കേട്ടപാടെ അവൻ ഇറങ്ങിപ്പോയി എന്നുള്ളതാണ് സംഭവിച്ചത്. എന്തായാലും അമ്മയ്ക്ക് ജാതകത്തിൽ ജയിൽവാസം പറയാത്തതുകൊണ്ടും ആ കുഞ്ഞിന്, നിങ്ങൾ ഓർക്കുക, 4-5 കിലോമീറ്റർ റോഡിൽ കൂടെ പോയതാണ്. കുഞ്ഞിന് ആയുസ്സുള്ളത് കൊണ്ടും വണ്ടി തട്ടാതെയും റോഡിലുള്ള നിരത്തിലൂടെ പോകുന്ന നമ്മുടെ തെരുവ് നായ്ക്കൾ കടിക്കാതെയും പിന്നെ കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടുപോകുന്നവരുടെ കയ്യിലെത്താതെയും ആ കുഞ്ഞ് യഥാ സമയം
നമ്മുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി സർവ്വതാ കാവൽക്കാരായി നിൽക്കുന്ന ഫയർഫോഴ്സിന് മുമ്പിൽ തന്നെ ചെന്നെത്തി. അതുകൊണ്ട് ആ കുഞ്ഞിന് യാതൊരു കുഴപ്പവുമില്ലാതെ മുമ്പോട്ട് വന്നു. ഇവനെപ്പോലുള്ള മിടുക്കരായ കുഞ്ഞുങ്ങൾ നമ്മുടെ സമൂഹത്തിന്, രാജ്യത്തിന് ഒരു മുതൽക്കൂട്ടാണ്. നന്ദി, നമസ്കാരം.